തീരുമാനമെടുത്തപ്പോ ആ തീരുമാനം മതപരമായ കാര്യം പറയുമ്പോൾ അത് സമസ്ത കേരള ജംഇയ്യത്തിലോ പറയുന്നത് സ്വീകരിക്കലാണ് കരണീയമായിട്ടുള്ളത് എന്നത് അംഗീകരിക്കാനും സ്വീകരിക്കാനും അല്ലേ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും മുന്നോട്ട് വന്നത്? അതല്ലേ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം? പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നുമല്ല പാരമ്പര്യം. സമസ്ത കേരള ജംഇയ്യത്തുലമ അല്ല ഇവിടെ പാരമ്പര്യം കണക്കാക്കേണ്ടത് എന്ന് പറഞ്ഞ് പുതിയ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവതരിപ്പിക്കുന്ന ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരിക്കാം. അവതരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പിന്നിൽ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ചില നിഷ്കളങ്കരായിരിക്കും ഇത് അവതരിപ്പിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ നിഷ്കളങ്കരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ ബിദഅഈ പ്രസ്ഥാനക്കാരുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് കേരളത്തിലെ സമൂഹത്തിൽ നേടിയെടുത്തുള്ള ആ വിശ്വാസത്തെയും അംഗീകാരത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുബുദ്ധികളുണ്ട് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുലമ സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിൽ നടപടിക്ക് വിധേയമായ ആളുകളെ, സംഘടന നടപടിയെടുത്ത ആളുകളെ, അത്തരം നടപടിക്ക് വിധേയമായ ആളുകളെ വീണ്ടും തോളിലേറ്റ് നടക്കുന്നത് സമസ്തയെ ബഹുമാനിക്കുന്നതിന് സമാനമാണോ? സമസ്തയെ അപമാനിക്കുന്ന സമാനമാണോ? ഞങ്ങൾ സമസ്തക്കാരാണ്, ഞങ്ങൾ സമസ്തയെ ബഹുമാനിക്കുന്നു, സമസ്തയെ ആദരിക്കുന്നു, സമസ്തയുടെ മഹത്വം പറയുന്ന ആളുകൾ. സമസ്ത കേരള ജംഇയ്യത്തുലമ തികച്ചും ന്യായമായ കാരണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ തോളിലേറ്റി നടക്കുന്നത് സമസ്തയോടുള്ള ബഹുമാനമല്ല, സമസ്തയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അത്തരം ഒരു സമീപനം സ്വീകരിക്കുകയും പിന്നെ ഞങ്ങൾ സമസ്തയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല സമസ്തയുടെ പ്രവർത്തകന്മാരും അനുഭാവികളും എന്ന് തിരിച്ചറിയണം.